തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ. സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. കേട്ട വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5:11 പ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരം ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു 3-4 പേര് കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരം കഴിയുമ്പോൾ അത് കേട്ട വ്യക്തികൾക്ക് എന്ത് എനർജിയാണ് ലഭിക്കുന്നത്? പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ? ഇന്നൊരു പക്ഷേ ഈ കുറ്റപ്പെടുത്തി സംസാരിക്കുക, വിധിച്ച് സംസാരിക്കുക, ഇങ്ങനെയുള്ളൊരു പ്രവണത ഏറി വരുന്നുണ്ടോ എന്ന് വേണം കരുതുവാനായിട്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പരദൂഷണത്തെ പറ്റി പറയുന്നൊരു കാര്യം ഇപ്രകാരമാണ്: പരദൂഷണം പറയുന്നവർ പോക്കറ്റിലൊരു ബോംബിട്ട് നടക്കുന്നവർക്ക് തുല്യമാണത്രേ. എന്താണ് സംഭവിക്കുന്നത്? മറ്റുള്ളവരെ കുറിച്ച് ഇവർ പറയുന്ന പരദൂഷണമാണ് ഈ ബോംബ്. ഒരു വ്യക്തിയെക്കുറിച്ച് അരുതാത്തത് എന്തോ ഇവർ പോയി അവിടെ പറയുമ്പോൾ, മൂന്നാല് ആൾ കൂടിയിരിക്കുന്നിടത്ത് പോയി പറയുമ്പോൾ അവരൊരു ബോംബ് ഇട്ടതിന് തുല്യമാണ്. ആ വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സംസാരത്തിൽ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരം പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ ആകട്ടെ, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലാകട്ടെ എന്ന് അപ്പസ്തോലൻ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധനായ വിൻസെൻ്റ് പള്ളോട്ടിയെക്കുറിച്ച് ഒരു സംഭവം വായിച്ചത് ഓർക്കുകയാണ്. അദ്ദേഹം റോമിലാണ് പഠിച്ചത്. അദ്ദേഹം റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അച്ഛനായിട്ടില്ല അന്ന്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് മരിയ മാസ്റ്റൈ ഫെറാറ്റി എന്ന് പറയുന്ന ഒരു യുവാവ് വന്നു. ഈ യുവാവ് വലിയ ആഗ്രഹമാണ്, ഈ യുവാവിന് ഒരു വൈദികനാകണമെന്നുള്ളൊരാഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല. ഈ യുവാവ് പിന്നീട് പറയുക: വിൻസെൻ്റ് ബ്രദർ, എനിക്ക് മാർപ്പാപ്പയുടെ സൈന്യത്തിൽ ചേരണം, അതായത് സ്വിസ് ഗാർഡ് ആകാനായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്, സ്വിസ് ഗാർഡ് ആകാനുള്ള ആഗ്രഹം. അപ്പം വിൻസെൻ്റ് പറഞ്ഞു: നിനക്ക് ആകാമല്ലോ, നിനക്ക് അപേക്ഷിച്ചുകൂടെ? അപ്പോൾ പറയുകയാണ്: ഞാൻ അപേക്ഷിച്ചു, പക്ഷേ എനിക്ക് ചുഴലി രോഗമുണ്ട്, അപസ്മാരത്തിൻ്റെ രോഗം, അതുകൊണ്ട് എന്നെ ഈ ജോലിക്ക് കൊള്ളില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വിൻസെൻ്റ് ഇവനോട് പറഞ്ഞു: മോനെ, നീ പേടിക്കണ്ട, സാരമില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് നിന്നെക്കുറിച്ച് മറ്റൊരു പദ്ധതി ഉണ്ടാകും, നിനക്ക് ചുറ്റും ഗാർഡുമാർ വരുന്നൊരു കാലം വരും, നീ അതുകൊണ്ട് നിരാശപ്പെടാതെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഈ വ്യക്തിയെ പറഞ്ഞയച്ചു. സ്നേഹമുള്ളവരെ, ഈ വ്യക്തി പിന്നീട് തൻ്റെ ബലഹീനതകളൊക്കെ മറികടന്ന് സെമിനാരിയിൽ ചേരുകയാണ്. വലിയൊരു ഭാഗ്യം ലഭിച്ചവൻ സെമിനാരിയിൽ ചേർന്നു, വൈദിക പഠനം പൂർത്തിയാക്കി, തിരുപ്പട്ടം ലഭിച്ചു. തിരുപ്പട്ടം ലഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവൻ ശുശ്രൂഷയിൽ അവൻ്റെ പ്രാവീണ്യം തെളിയിച്ചു, വിശുദ്ധമായ ജീവിതം നയിച്ചു. ആ വ്യക്തി ഒരു മെത്രാനായിട്ട് മാറി. മെത്രാനായിട്ട് മാറിയെന്ന് മാത്രമല്ല, പിന്നീട് കാർദിനാളായിട്ട് മാറുകയാണ്. തുടർന്ന് 1846
കത്തോലിക്ക തിരുസഭയെ നയിച്ച 9ാം പിയൂസ് മാർപ്പാപ്പയായിട്ട് അദ്ദേഹം മാറുകയാണ്. സ്നേഹമുള്ളവരെ, നിരാശയിൽ കഴിയുന്നൊരു വ്യക്തി സഹായത്തിന് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ അടുത്ത് വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, അവൻ്റെ പ്രചോദനം, അതിലൂടെ ലഭിച്ച ആ ഒരു ഉത്തേജകം എന്തുമാത്രം ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ജോലിക്ക് പോയിട്ടൊരു ഉപകാരമില്ല, നിനക്ക് ചുഴലി രോഗമല്ലേ എന്നല്ല വിൻസെൻ്റ് പള്ളോട്ടി പറഞ്ഞത്. വിശുദ്ധനായ വ്യക്തി പറഞ്ഞത് പ്രകാരമാണ്, നീ പഠിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിനക്ക് ചുറ്റും ഗാർഡുമാർ വരുന്ന, നിനക്ക് ചുറ്റും സൈനികർ നിൽക്കുന്ന ഒരു കാലം വരും, നീ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ വാക്ക് ജീവൻ കൊടുക്കുന്നതായിരിക്കണം. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാൻ 10:10 പറയുന്നതാണ്. നമ്മളുടെ ഓരോ വാക്കും, നമ്മൾ ജോലി സ്ഥലത്താവട്ടെ, നമ്മുടെ ഭവനത്തിലാകട്ടെ, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിലാവട്ടെ, ജീവൻ കൊടുക്കുന്ന വാക്കുകളായിരിക്കണം. നമ്മുടെ പ്രവൃത്തിയും അങ്ങനെ തന്നെ ആയിരിക്കണം, ജീവൻ കൊടുക്കുന്നതായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവൻ്റെ നാശം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. നമ്മളുടെ ഒരു വാക്ക് കേട്ടിട്ട്, നമ്മളുടെ പ്രവൃത്തികൾ കണ്ടിട്ട്, നമ്മളൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒരു പുതിയ ജീവൻ ലഭിക്കത്തക്ക ഒരു ഉണർവ് ആ സമൂഹത്തിനും വ്യക്തിക്കും കുടുംബത്തിനും ലഭിക്കണം. കർത്താവല്ലേ, കർത്താവിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ. ഈശോ എവിടെ ചെന്ന് അവിടെ ജീവനുണ്ട്. ലാസർ മരിച്ചു എന്നറിഞ്ഞ് 3 നാൾ കഴിഞ്ഞിട്ട് ഈശോ വരുന്നേ. ഒരു മരണ വീട്ടിലേക്കാണെന്ന് ഓർക്കണേ. ആ 3ാമത്തെ ദിവസം ഈശോ വരുമ്പോൾ മർത്ത ചെന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഈശോ പറയുന്ന ഒരു വാക്കുണ്ട് ഇവളെടുത്ത്, മർത്ത, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. പിന്നീട് ഈശോ പറയുക, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ മറന്നുപോയോ? മർത്ത വിശ്വസിക്കുന്നു. മർത്ത പറയുന്നു, ഉപകർത്താവേ, നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം ഏറ്റുപറയുക. ഈശോ അവിടെ ജീവൻ കൊടുക്കുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു. 38 വർഷമായി തളർവാദ രോഗി കിടക്കുന്നു. ബത്സേദ കുളക്കടവിൽ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ പറഞ്ഞു, ജലമിളകുമ്പോൾ എന്നെ ഈ ജലത്തിലേക്ക് ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. ഈശോ പറഞ്ഞു, ഡോണ്ട് വറി, ഞാനുണ്ട്. ഇനി നിനക്കൊരു ജലത്തിൻ്റെ ആവശ്യമില്ല, ഇനി ജലത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. നീ നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. ജീവൻ കൊടുക്കുന്ന വചനം. ഓർക്കുക, ഒരു സാറ് പങ്കുവച്ച ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഇയാൾ കുട്ടിയായിരിക്കുമ്പോൾ ഇയാൾക്ക് ഏറ്റവും ഒരു മടി എന്ന് പറയുന്നത് പഠിക്കാനാണ്. സ്കൂളിൽ പോകാൻ വല്ലാത്ത മടിയാണ്. ഇനി അതിലും വലിയ മടിയാണ് വേദപാഠ ക്ലാസ്സിൽ പോകാനായിട്ട്. ഈ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന പ്രകാരമാണ്, ഒരു ഞായറാഴ്ച ഒരു ദിവസം അവധിയുള്ളൂ, ഈ വേദപാഠത്തിന് പോകണ്ടേ, അതുകൊണ്ട് വേദപാഠത്തിന് പോകാനായിട്ട് വല്ലാത്ത മടിയായിരുന്നു. അന്ന് കുറേ നാളുകൾ മുമ്പ് നടക്കുന്നൊരു സംഭവമാണ്. പള്ളി വക സ്കൂൾ കെട്ടിടമുണ്ട്, അവിടെയാണ് വേദപാഠം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്കൂളിന്, ആ ക്ലാസ് മുറികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ക്ലാസ് മുറികളുടെ ജനലിന് കതകില്ല, അത് തുറന്നു വെച്ചിരിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഒരു സ്ഥലം, ജനലില്ല, കതകുമില്ല, ഒന്നുമില്ല, ജനലിൻ്റെ ആ സ്ഥലം തുറന്നിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഹോബി എന്ന് പറയുന്നത്, സൺഡേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവൻ കൈ കുത്തി ഈ ജനലിലൂടെ പുറത്തേക്ക് ചാടും, എന്നിട്ട് അവിടുന്ന് ഏന്തി വലിഞ്ഞ് വീണ്ടും ക്ലാസ് മുറിയിലേക്ക് കയറും. ഇതാണ് ഇവൻ്റെ ഹോബി. ഇത് പല ക്ലാസ് നടക്കുമ്പോഴും ഇവൻ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ കാണാതെ ഇവൻ ഈ പ്രവൃത്തി ചെയ്യും. എന്നാൽ ഇവന് ക്ലാസ്സിലിരിക്കുന്നത് ഒട്ടും താല്പര്യമില്ല. ആ വർഷം അവൻ്റെ അധ്യാപികയായിട്ട് വരുന്നൊരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ വന്നു, എല്ലാവരും പരിചയപ്പെട്ടു. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പം സിസ്റ്റർ എന്തോ എഴുതുവാനായിട്ട് ബോർഡിലേക്ക് പിന്തിരിഞ്ഞ് എഴുതാനായിട്ട് തുടങ്ങിയ സമയത്ത് ഇവൻ തൻ്റെ പതിവ് പ്രക്രിയ കൈകുത്തി നേരെ ജനലിലൂടെ പുറത്തേക്ക് ചാടിയിട്ട് ഇവൻ എന്നാ ചെയ്യണേ, അവിടെ ചാരി ഇരിക്കുക. ഇനി ആ ക്ലാസ് കഴിഞ്ഞാൽ അവൻ പോകുള്ളൂ അവിടുന്ന്. എന്നാൽ നേരത്തെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കൾ വഴക്ക് പറയുമല്ലോ. അവൻ ചാരി ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇതാരും കണ്ടിട്ടില്ല. എന്നാൽ സിസ്റ്റർ എന്തോ എഴുതാനായിട്ട് ബോർഡിൻ്റെ വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന സമയത്താണല്ലോ ഇവൻ ചാടിയിരിക്കുന്നത്. എന്നാൽ സിസ്റ്റർ ഇത് കണ്ടിരുന്നു. സിസ്റ്റർ നേരെ ജനലിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇവനെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് കയറി വാ. അവനാ ചാടി അതേ സ്പീഡിൽ തന്നെ വീണ്ടും ഏന്തി വലിഞ്ഞ് ഇങ്ങോട്ട് കയറി. ഇവൻ്റെ മനസ്സിൽ പേടിയായിരുന്നു, സിസ്റ്റർ അടിക്കുമോ, ചെവിയെ പിടിച്ച് നുള്ളുമോ, ഈ ഒരു ഭീതിയായിരുന്നു ഇവൻ്റെ മനസ്സിൽ. സിസ്റ്റർ ഇവൻ്റെ മുൻവശത്തേക്ക് വിളിച്ചു, ഒന്ന് ചേർത്ത് നിർത്തി സ്നേഹപൂർവ്വം പറഞ്ഞു, മോനെ നീ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ,
നീ ഇങ്ങനെ ചെയ്യരുത്, അത് ഈശോയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുമ്പിൽ തന്നെ ഇരുത്തി. ആദ്യമായിട്ട് ഇവൻ പറയുക, എൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് എനിക്ക് വഴക്ക് കിട്ടിയിട്ടില്ല, എന്നെ തല്ലിയില്ല, എന്നെ സ്നേഹിച്ചൊരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നീട് അടുത്ത ഒരാഴ്ചയും കൂടി ഇവൻ ചാടി. ആ ചാടിയത് സിസ്റ്റർ എന്നെ തിരിച്ചു വിളിച്ച് എന്നെ സ്നേഹിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവൻ ചാടി, സിസ്റ്റർ വീണ്ടും ഇവന് തിരിച്ചു വിളിച്ചു, ഒന്ന് ചേർത്ത് പിടിച്ചു, അവനെ ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് 2-3 ആവർത്തി ഈ ഒരു പ്രക്രിയ ആവർത്തിച്ചു. പിന്നെ ഇവൻ ജീവിതത്തിൽ വേദപാഠ ക്ലാസ്സുകളിൽ നിന്നല്ല ഏതൊരു ക്ലാസ്സിലും ജനൽ ചാടുകയോ ക്ലാസ് കട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. സ്നേഹമുള്ളവരെ, സംഭവം ഇവിടെ തീരുന്നില്ല. അവൻ ആ വർഷം നന്നായിട്ട് പഠിച്ചു, പാസ്സായി. ഇന്ന് ഈ വ്യക്തി അതേ സൺഡേ സ്കൂളിൽ പ്രധാന അധ്യാപകനാണ്. വർഷങ്ങൾ കഴിഞ്ഞു, അതേ സൺഡേ സ്കൂളിൽ പ്രധാന അധ്യാപകനാണെന്ന് ഓർക്കണേ. ഈ സിസ്റ്റർ അവിടുന്ന് സ്ഥലം മാറിപ്പോയി, കുറേ മടങ്ങളിലൊക്കെ പോയി, തിരിച്ച് ഇപ്പോൾ ഇവൻ പ്രധാന അധ്യാപകനായിരിക്കുന്ന അതേ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ഈ പ്രധാന അധ്യാപകൻ്റെ കീഴിൽ ഈ സിസ്റ്റർ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവൻ പറയുക, എൻ്റെ ജീവിതത്തിൽ സാരമില്ല മകനെ, നീ നന്നായിട്ട് പഠിക്കണം, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല നീ ഇങ്ങനെ ചെയ്യുന്നത്, ഈശോയ്ക്ക് അത് ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞ ആ സിസ്റ്ററാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഇന്ന് ഞാൻ പ്രധാന അധ്യാപകനായിട്ട് ഈ സൺഡേ സ്കൂളിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക്, അദ്ദേഹം ഒരു വലിയ ജോലിക്കാരനാണ്, എനിക്ക് ഈ ഒരു പദവി എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷേ മറ്റാരെയും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് ഈ പ്രധാന അന്നത്തെ അധ്യാപികയായിരുന്ന ഈ സിസ്റ്ററാണ്. സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തുമാത്രം അവസരങ്ങൾ നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനുമായിട്ട് ലഭിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയും, നമ്മുടെ കുടുംബങ്ങളിൽ വരുന്ന മക്കൾ തന്നെ എന്തുമാത്രം നമ്മളവരെ പ്രാകുന്നത്. നശിച്ചു പോകട്ടെ എന്നുള്ള വാക്കുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും എത്രയോ തവണയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വാക്കിലൂടെ ആരെങ്കിലും വളർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ പൗലോസ്ലീഹ തുടർന്ന് പറഞ്ഞു വയ്ക്കുന്ന കാര്യം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വളരെ മനോഹരമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു 10 കാര്യം പൗലോസ്ലീഹ മറ്റുള്ളവരെ വളർത്തുവാൻ, കുടുംബജീവിതമാകട്ടെ സമൂഹ ജീവിതമാകട്ടെ ഒരു ഉന്നമനത്തിന് വേണ്ടി പറഞ്ഞു വയ്ക്കുന്ന 10 കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 10 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ആധ്യാത്മികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചിന്തയിലും നമ്മുടെ ജീവിത വിശുദ്ധിയിലുമൊക്കെ നമുക്ക് വളരാനായിട്ട് സാധിക്കും. തിന്മയുടെ കുറേ എനർജി, തിന്മയുടെ ശക്തി അങ്ങ് ചോർന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നും. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. 10 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം പൗലോസ്ലീഹ പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കുക. അതെ, ജീവിതത്തിൽ ഒരു മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ മുതിർന്നവർ ബഹുമാനിക്കും. ഒരു സ്ഥാപനത്തിലാകട്ടെ, ജോലി ചെയ്യുന്ന മേഖലയിലാകട്ടെ, മുതിർന്നവരെ ബഹുമാനിക്കുവാൻ, കുടുംബത്തിലാവട്ടെ മുതിർന്നവരെ ബഹുമാനിക്കണം. ഇനി 2-ാമതായിട്ട് പറയുന്നത് സമാധാനത്തിലായിരിക്കുക. ഏതൊരു പ്രതിസന്ധിയിലായാലും സമാധാനത്തിലായിരിക്കുക. ഓർമ്മയുണ്ടല്ലോ, തിരമാലകൾ അലയടിച്ചുയരുമ്പോഴും അമരത്ത് തലചായ്ച്ചുറങ്ങുന്ന ക്രിസ്തുവിൻ്റെ രൂപം. സമാധാനത്തിലായിരിക്കുക. വെള്ളം കലങ്ങിയാലും അത് തെളിയും. സമാധാനത്തിലായിരിക്കുക. 3-ാമത്തെ കാര്യം പറയുന്നത് പ്രകാരമാണ് അലസരെ ശാസിക്കുക. അലസരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹപൂർവ്വം ശാസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവരെ വളർത്തേണ്ട ഭാഗമാണ് ശാസനം എന്ന് പറയുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ് പ്രോത്സാഹനം അല്ലെങ്കിൽ വഴക്ക് പറയരുത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അലസരുണ്ട് എന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാർ അവരെ, മക്കളെ ആയാലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലിക്കാരെ ആയാലും സ്നേഹപൂർവ്വം അവരെ ശാസിക്കണം. ആ സ്നേഹമായിരിക്കണം അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത്. ഭീരുക്കളെ ധൈര്യപ്പെടുത്തുക. പേടിയുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ധൈര്യപ്പെടുത്താനായിട്ട് സാധിക്കണം. 5-ാമതായിട്ട് ദുർബലരെ സഹായിക്കണം. 6-ാമതായിട്ട് ക്ഷമാപൂർവം പെരുമാറുക. സാധാരണ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, പട്ടിയുടെ മുഖത്തേക്ക് പൂച്ചയെ പിടിച്ചിട്ടതുപോലെ എന്തിനും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. അത് പാടില്ല. വളരെ ക്ഷമാപൂർവം പെരുമാറുക. ക്ഷമാപൂർവം പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക. എന്നെ ഒരു തവണ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ 10 തവണ തിരിച്ചു പറയും. ഈ രീതിയിലായിരിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക. നന്മ ചെയ്യുക. എല്ലായ്പ്പോഴും സന്തോഷത്തിലായിരിക്കുക. സന്തോഷത്തിലായിരിക്കുക. നിങ്ങളിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ഒന്ന് സന്തോഷിച്ചുകൂടെ, ഒന്ന് ചിരിച്ചുകൂടെ? മനസ്സ് നിറഞ്ഞു ചിരിച്ചിട്ട് എത്ര നാളായി ആലോചിച്ച് നോക്കിക്കേ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവാഞ്ചലി ഗൗതിയും സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ പ്രകാരം പറയുന്നുണ്ട്,
സന്തോഷം എന്ന് പറയുന്നത് വിശുദ്ധിക്ക് തുല്യമാണ്. സന്തോഷിക്കുക, സന്തോഷം സ്വർഗത്തിന് തുല്യമായ ഒരു ഘടകമാണ്. സന്തോഷത്തിലായിരിക്കുക എന്നുള്ളത്. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പ്രകാരമാണ് ചില സമൂഹങ്ങളെ, പ്രത്യേകിച്ച് ഒരു സന്യാസ സമൂഹത്തിൽ നോക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, എന്നെ കേൾക്കുന്നത് സന്യാസിനികളോ സന്യാസിമാരോ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അൽമാരോ ആരുമാകട്ടെ, ഇതെല്ലാവർക്കും എടുക്കാവുന്ന ഒരു ഭാഗമാണ്. ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ അവരെ കാണുമ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോയി തിരിച്ചു വരുന്ന പ്രതീതിയാണ് അത്രേ. മ്ലാനവദനം, വളരെ ദുഃഖം, എപ്പോഴും ദുഃഖം. അവരെ കാണുന്നവർക്ക് ഒരു എനർജി ഇല്ല, അവരെ കാണുന്നവർക്ക് ഒരു ശക്തി കിട്ടുന്നില്ല, ഒരു ഉന്മേഷം കിട്ടുന്നില്ല, എപ്പോഴും ദുഃഖം. എന്തിനാണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്? ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അത് സഹനത്തിലായാലും സന്തോഷിക്കണമെന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എല്ലായ്പ്പോഴും സന്തോഷത്തിലായിരിക്കുക. ഇനി ഇടവിടാതെ പ്രാർത്ഥിക്കുക, ഇടവിടാതെ നിരന്തരം പ്രാർത്ഥനയിലായിരിക്കുക, പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കുക. പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കുമ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവവിചാരത്തിലൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആധ്യാത്മിക ജീവിതം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ചിലർ പറയാറുണ്ട്, അച്ഛാ ഇന്ന് കുടുംബ പ്രാർത്ഥന ഞാൻ നേരം വൈകി വന്നതിനാൽ എനിക്ക് ചൊല്ലാൻ പറ്റിയില്ല, വല്ലാത്ത മനസ്സിന് വേദന. പക്ഷേ ആ ഒരു മനോവേദന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തലം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആധ്യാത്മികതയ്ക്ക് എതിരാണ്. നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നു, എന്നും 8 മണിക്കാണ് വീട്ടിൽ വരാറ്, പക്ഷേ അന്ന് ട്രാഫിക്കോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി 10 മണിക്ക് എത്തി, നിനക്കന്ന് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലേ? നീ അന്ന് ഈശോയോട് പറഞ്ഞിട്ട് വളരെ സ്വസ്ഥമായിട്ട് അന്ന് നിനക്ക് കിടന്നുറങ്ങാനായിട്ട് സാധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്തു കൂട്ടുന്നതിലാണ് നിൻ്റെ ആധ്യാത്മികത, ദൈവത്തിലല്ല, ദൈവത്തിലായിരിക്കുന്നതിലല്ല ആധ്യാത്മികത. ചെയ്യാൻ അവസരമുണ്ടായിട്ടും ചെയ്യാതിരിക്കുമ്പോൾ അത് നിൻ്റെ മനസ്സിനെ വേദനപ്പെടുത്തണം. എന്നാൽ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ല, അന്ന് വൈകി എത്തി, അന്ന് ദിവസം നിനക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ചില ആധ്യാത്മികതകൾ നിൻ്റെ ജീവിതത്തിൽ നിന്നെ വേദന ഏൽപ്പിക്കുന്നതായിരിക്കും, നിനക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. ഇനി അവസാനമായിട്ട് പൗലോസിലേക്ക് പറയുന്നത് പ്രകാരമാണ്, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കണം. ചിലരുണ്ട് ജീവിതത്തിൽ എന്തിനും കുറ്റം, വീട്ടിൽ എന്തിനും കുറ്റമാണ്, ഭക്ഷണത്തിനാകട്ടെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വായുന്നത് വരുള്ളൂ. ഒരു കുട്ടി പറഞ്ഞ പ്രകാരമാണ്, എൻ്റെ പപ്പ വാ തുറക്കുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന്, മര്യാദയ്ക്കിരിക്കി മിണ്ടാതിരിക്കി എന്ന് പറയാനും, 2 നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കാൻ. സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വരുമ്പോൾ എപ്പോൾ വന്നു എന്ന് ചോദിക്കാൻ. 2 മിണ്ടാതിരിക്കി, എന്തെങ്കിലും വഴക്ക് പറയാൻ, ശകാരിക്കാൻ വേണ്ടി മാത്രം. നന്മ എന്ന് പറഞ്ഞൊരു കാര്യം വായിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നല്ലത് പറയുവാനായിട്ടും പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. മഹാനായ ഒരു എഴുത്തുകാരൻ, നമുക്കറിയാവുന്ന എഴുത്തുകാരനാണ് പെരുമ്പടവം ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ച് ഒരു ഓർമ്മ പങ്കുവച്ചത് വായിക്കുവാനായിട്ടിടയായി. പരമ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തി, ഭക്ഷണമില്ല, ഉടുപ്പില്ല, നല്ല വസ്ത്രമില്ല. കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു സംഭവം അയാൾ ഇപ്രകാരം എഴുതി വയ്ക്കുക. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് മണിയടിച്ചപ്പോൾ ചോറ് കൊണ്ടുവന്നിട്ടില്ല. ദാരിദ്ര്യാവസ്ഥയാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ട് അടുത്ത് ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയി മധുബഹയുടെ തൊട്ട് മുൻപ് താഴെ ചാരി അവിടെ ഇരിക്കും. ഇരുന്നിട്ട് ക്രൂശ് രൂപം നോക്കിക്കൊണ്ടിരിക്കും. ക്രൂശ് രൂപം നോക്കിക്കൊണ്ട് ഇരുന്നപ്പോൾ അന്നാണ് ഈശോയോട് വലിയ സ്നേഹം ഈ വ്യക്തിക്ക്, ഈ കഥാകൃത്തിന് തുടങ്ങിയത് അത്രേ. ഈശോയുമായിട്ട് ആ വിശപ്പിൻ്റെ തീവ്രതയിൽ ഇയാൾ ഈശോയെ അടുത്തറിഞ്ഞു തുടങ്ങി. കുരിശിൽ കിടക്കുന്നവനും വിശപ്പുണ്ട്, കുരിശിൽ കിടക്കുന്നവൻ ദൈവമാണ്, അവൻ പരാധീനതകൾ അനുഭവിച്ചവനാണ് എന്നുള്ളൊരു ചിന്ത ഈ മനുഷ്യൻ്റെ മനസ്സിലേക്ക് എപ്പോഴാണ് കടന്നു വന്നത്. ഒരിക്കൽ ഇവൻ കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് കവിത എഴുതുന്ന ശീലമുണ്ട്. അവന് കവിത എഴുതുന്ന ശീലമുണ്ടായിരുന്നു. കൂട്ടുകാരെന്ത് ചെയ്തു? അത് നേരെ പോയിട്ട് ടീച്ചറോട് പറഞ്ഞു, അധ്യാപികയോട് പറഞ്ഞു. അധ്യാപിക ഇവനെ വിളിച്ചു ചോദിച്ചു, നിനക്ക് കവിത എഴുതുന്ന ശീലമുണ്ടോ? ഇവൻ പറയുക, കവിത എഴുത്ത് ഒരു വലിയ അപരാധം എന്നോണാണ് എനിക്ക് തോന്നിയത്. ഞാൻ ടീച്ചറോട് ഒന്നും മിണ്ടിയില്ല. എന്താ കാരണം? നേര് പറയാൻ പേടി, നുണ പറയാൻ മടി, മിണ്ടാതിരുന്നു. എന്നിട്ട് ഈ അധ്യാപിക, ക്ലാസ് ടീച്ചർ, വേറൊരു അധ്യാപിക, മലയാളം പഠിപ്പിക്കുന്ന അധ്യാപികയുടെ അടുത്തേക്ക് ഈ വ്യക്തിയെ, ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ അധ്യാപിക ഇവനോട് ചോദിച്ചു, നീ കവിത എഴുതുമോ? അപ്പോഴും ഇവൻ പഴയപടി മിണ്ടാതിരുന്നു. നുണ പറയാൻ പേടി, അതുപോലെ തന്നെ സത്യം പറയാനായിട്ടുള്ളൊരു മടിയും. ഈ അധ്യാപിക ഇവനോട് പറഞ്ഞു, നിനക്ക് കവിത എഴുതാൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ നീ ക്ലാസ്സിൽ വരുമ്പോൾ
ഒരു 4-5 കവിതകൾ എഴുതി കൊണ്ടുവരണം, എന്നെ കാണിക്കണം എന്ന് ഈ അധ്യാപിക വ്യക്തമായിട്ട് ഈ കുട്ടിയോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിടുകയാണ്. ഇവൻ വീട്ടിലേക്ക് പോയി അന്ന് ഇവന് ഉറക്കം വരുന്നില്ല രാത്രി. എന്നുവെച്ചാൽ പിറ്റേ ദിവസം ഇതൊരു ഹോംവർക്ക് പോലെ തന്നിരിക്കുന്നതാണ്, അധ്യാപികയെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. അവനന്ന് രാത്രി ഉറങ്ങാതെ പഴയ കുത്തിക്കുറിച്ച കവിതകളൊക്കെ ഒന്നുകൂടെ ഒന്ന് എടുത്തു, അതൊന്നും കൂടെ വീണ്ടും ഒന്ന് പരുവപ്പെടുത്തി, ഇനി അന്ന് രാത്രി 1-2 എഴുതി പിറ്റേ ദിവസമായപ്പോഴേക്കും ഒരു 4-5 കവിതകളൊക്കെ തയ്യാറാക്കി. പേടിച്ച് വിറച്ച് ആരും കാണാത്ത സമയത്ത്, ആരും കാണാതെ ഇവൻ ഈ കവിത എഴുതി കൊണ്ടുവരാൻ പറഞ്ഞ ഈ മലയാളം അധ്യാപകരുടെ അടുത്ത് ഇത് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് തിരിച്ചു ഓടുകയും ആരും അറിഞ്ഞിട്ടില്ല. ക്ലാസ് കഴിഞ്ഞ് അന്ന് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പിറകിൽ ആരോ തൻ്റെ ചുമലിൽ തൊടുന്നതായിട്ട് അവന് തോന്നി. അത് മലയാളം അധ്യാപികയായിരുന്നു. ഈ മലയാളം അധ്യാപിക അവനോട് പറഞ്ഞു, മകനെ, നിനക്ക് കവിത എഴുതാൻ കഴിവുണ്ട്, നീ നന്നായിട്ട് വായിക്കണം, നീ നല്ല ഒരു എഴുത്തുകാരനായി തീരണം എന്ന് ഇവനോട് പറയുകയാണ്. ഇവൻ പറയുക, എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും ആദ്യത്തെ എന്നാൽ ഏറ്റവും മധുരകരമായ ഒരു അവാർഡ് അതായിരുന്നു. ഈ അധ്യാപികയെക്കുറിച്ച് ഈ പെരുമ്പടവം ശ്രീധരൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ അധ്യാപികയാണ് മലയാളത്തിലെ പ്രശസ്ത കവയത്രിയായ സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്ന് പറയുന്ന സിസ്റ്റർ മേരി ജോൺ തോട്ടം. ഒരു വാക്കിലൂടെ ഒരു കലാകാരനെ സൃഷ്ടിക്കാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചു. മറ്റുള്ളവരെ വളർത്തുന്ന വാക്കുകൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ പറയാമായിരുന്നു നമുക്കും നമ്മുടെ ജീവിതത്തിൽ. ഓർക്കുക, ഞങ്ങളെ പഠിപ്പിച്ച വിജയലക്ഷ്മി ടീച്ചർ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ടീച്ചർ ആവർത്തിച്ച് ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, മക്കളെ, നിങ്ങൾ ഇംഗ്ലീഷിന് തോറ്റാലും ജീവിതത്തിൽ തോൽക്കരുത്. മക്കളെ, നിങ്ങൾ ഇംഗ്ലീഷിന് തോറ്റാലും ജീവിതത്തിൽ തോൽക്കരുത്. നല്ല മക്കളായിട്ട് ജീവിക്കുക, നല്ല മക്കളായിട്ട് പെരുമാറുക. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു ഹൃദയത്തിൽ ശരിക്കും കോറിയിട്ടിരിക്കുന്ന ഒരു വാക്കുകളാണ്. ഞങ്ങൾ ക്ലാസ്സിലൊരു 35 പേരുണ്ട് എന്നുണ്ടെങ്കിൽ 35 പേരെയും ടീച്ചർക്ക് അറിയാമായിരുന്നു. അവർ ഏതൊരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നതെന്ന് ടീച്ചർക്ക് അറിയാമായിരുന്നു. ആ സാഹചര്യം അനുസരിച്ചാണ് ഈ 35 കുട്ടികളോടും ടീച്ചർ ഇടപെട്ടിരുന്നത്. വൈദികനാകുവാനായിട്ട് സെമിനാരിൽ ചേർന്നതിന് ശേഷം അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ടീച്ചർക്ക് ഇംഗ്ലീഷിലൊരു കത്ത് എഴുതിയിട്ടുണ്ട്. പിന്നീട് മറ്റ് ടീച്ചർമാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഈ കത്ത് ഈ ടീച്ചർക്ക്, വിജയലക്ഷ്മി ടീച്ചർക്ക് കിട്ടിയതിന് ശേഷം ടീച്ചർ എല്ലാവരെയും കൊണ്ട് കാണിക്കുമായിരുന്നു അത്രേ, ദേ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി എഴുതിയ കത്ത് എന്ന് പറഞ്ഞ്. സ്നേഹമുള്ളവരെ, വളർത്തുന്നവരും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എത്രയോ പേരാണുള്ളത്. കുടുംബത്തിൽ മാതാപിതാക്കന്മാർ, മക്കൾ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, നമ്മളുടെ സാന്നിധ്യം മുഖേന അവർ വളർത്തപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകട്ടെ. നിരാശയും ദുഃഖങ്ങളുമൊക്കെ ദൂരീകരിക്കപ്പെട്ട് പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 13-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവിൻ. നിങ്ങളുടെ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടുകൂടി തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഈ ഭൂമിയിൽ ജീവിതം ഒന്നേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെ എഴുതി വയ്ക്കുന്നുവോ അതാണ് പിന്നീട് വായിക്കപ്പെടുക. ചരിത്രം അങ്ങനെയാണ്. ഇന്നത്തെ നിൻ്റെ ജീവിതമാണ് നാളത്തെ നിന്നെക്കുറിച്ചുള്ള ചരിത്രം. മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഒരു നാശമായി തീരരുത്, ഒരു ശാപമായി തീരരുത്. നിൻ്റെ വാക്കോ പ്രവൃത്തിയോ മറ്റുള്ളവർക്ക് നന്മയിലേക്ക്, അവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കത്തക്ക രീതിയിൽ ആകട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പൗലോസ് ശ്ലീഹ പറഞ്ഞ വചനം ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ. നിൻ്റെ വാക്കു മുഖേന ആരുടെയെങ്കിലും ജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ മനസ്താപത്തോടുകൂടി പ്രാർത്ഥിക്കുക. വളർത്തുവാൻ ലഭിച്ച അവസരങ്ങൾ വിനിയോഗിക്കുവാൻ കഴിയാത്ത നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ,
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും ഞങ്ങൾ പറയുന്ന വാക്കുകളും മറ്റുള്ളവരെ വളർത്തുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ആത്മീയവും ആയ ആനന്ദം കൊടുക്കത്തക്ക രീതിയിലായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ അടുത്ത് നിന്നെ സമീപിച്ചവരെല്ലാം വലിയ ആനന്ദത്തിന് ഉടമകളായി. രോഗികൾ സുഖപ്പെട്ടു, തളർവാദ രോഗികൾ സുഖപ്പെട്ടു, ദുഃഖത്തിലുള്ളവർക്ക് ആശ്വാസം ലഭിച്ചു. നല്ല തമ്പുരാനെ, ഞങ്ങളെ ഇന്ന് സമീപിക്കുന്നവരോട് സ്നേഹപൂർവ്വം പെരുമാറുവാൻ, ക്ഷമാപൂർവ്വം പെരുമാറുവാൻ, അവർക്ക് ജീവൻ കൊടുക്കത്തക്ക രീതിയിൽ പെരുമാറുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നീ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ലോകത്തിന് ഏറ്റവും സന്തോഷകരമായ സമ്മാനമായ അങ്ങയുടെ മകനെ നൽകിയവളെ, ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ. ലാസ്ലറ്റിൽ പ്രത്യക്ഷപ്പെട്ട കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.